ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഫോണിൽ വന്ന കോള് അത്രയ്ക്ക് അങ്ങോട്ട് സ്വകാര്യമല്ല. ഇതാരാ ഈ കോൾ വിളിച്ച ഗാഥ? അവള് എന്ത് പ്രസന്റ് ചെയ്യാനാ മമ്മി? കാൽമുട്ടിടിച്ച് ബോധം കെട്ട് എവിടെങ്കിലും പോയി വീഴും. അതാ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചാലും അവൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം ഗതിയില്ലാത്തൊരമ്മയുടെ മകളായ കൃഷ്ണയെ ആർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്നത് സിത്താര ശ്രീനിവാസന്റെ മകളായ ഗാഥയല്ലേ. മമ്മി, ഇതുവരെ പങ്കെടുത്ത ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം ഇല്ലാതെ വന്നിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്ത എല്ലാ സ്റ്റേജിലും മമ്മിയുടെ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തെ ദിവസത്തോടെ അങ്ങ് തീരും. മമ്മി നോക്കിക്കോ, അവള് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങള് പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോ തലക്കെട്ടുകളിൽ സിത്താര ശ്രീനിവാസന്റെ പേരുകൂടി ഉണ്ടാവും. എന്തായാലും അത് തീരുമാനിച്ചു പോയതല്ലേ. തൽക്കാലം നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവളെന്തായാലും പോയിട്ട് വരട്ടെ. മോളെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ വെറുതെ വിളിച്ച് മനസ്സ് മടുപ്പിക്കണ്ട. മമ്മി ആരെ കുറിച്ചാ ഈ സംസാരിക്കുന്നേ? അവളെ കുറിച്ചോ? അവളുടെ മനസ്സ് മടുത്താൽ എന്താ? അവൾക്ക് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ പിഴച്ചാൽ എന്താ? പോവാൻ പറ മമ്മി. എനിക്ക് എന്തായാലും പോകുന്നതിന് മുൻപ് അവളെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അവളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നവീന്റെ ഫോണിൽ വിളിക്കും. ഗാഥ, വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നാ മതി. ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഒരു അപകടവും ഉണ്ടാവില്ല. നവീൻ അതൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ. മമ്മി, അവൾക്കല്പം പേരുണ്ടായിക്കോട്ടെ എന്ന് നവീൻ കരുതുന്നതേ ഞാനാണെന്ന് കരുതുന്നതുകൊണ്ടാ. അല്ലാതെ നവീന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വേഷം മാറിയ ഒരുത്തിയാണെന്ന് നവീൻ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നവീൻ അവളെ കൊന്നുകളയും. മിക്കവാറും ഈ നിലയ്ക്ക് പോയാലേ അതിന്റെ കാരണക്കാരിയാവുന്നത് ഞാൻ തന്നെയായിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യും. പറഞ്ഞു തരുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഓ, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. മോളെ, പോകാൻ ഇറങ്ങാറായോ? ഇപ്പൊ പോണെന്നാ നവീൻ പറയുന്നേ. വേണ്ട വേണ്ടെന്ന് ഞാൻ ഇപ്പൊ കൂടി പറഞ്ഞേ ഉള്ളൂ. ഒരു തീരുമാനം എടുത്താ പിന്നെ അവൻ അതിന്ന് മാറിയിട്ട് വേണ്ടേ? അല്ല, ഇതിപ്പോ എന്തിനാ കൂടെ കൂടെ ഈ പറയുന്നേ? അങ്ങോട്ട് പോവുക, മോളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ അതെല്ലാവരുടെയും മുമ്പിൽ ധൈര്യമായിട്ട് പറയുക. എനിക്ക് അതൊന്നും ശീലമില്ല. ഇത്ര ആൾക്കാരുടെ മുന്നില്. പിന്നെ സൗന്ദര്യ മത്സരത്തിനൊക്കെ പോകുമ്പോ അവിടെ എത്ര ആൾക്കാരുണ്ട്. അതുപോലെ എത്ര ഫംഗ്ഷന് പോയിരിക്കുന്നു മോള്. അതൊക്കെ മറന്നുപോയോ? മോളിത് കുടിച്ചേ. വേണ്ട, എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ വ്രതവും പൂജയൊക്കെ ആയിട്ട് ആള് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു. കാണുമ്പോ അമ്മയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ എന്താ മനസ്സിൽ കരുതുന്നതെന്നറിയോ? ഈ 41 ദിവസം കഴിഞ്ഞ അമ്മയുടെ സുന്ദരി കുട്ടിയെ അമ്മയ്ക്ക് നന്നാക്കി എടുക്കാലോന്ന്. ഡേ, ഇത് കുടിക്കുന്നുണ്ടോ? അവിടെ ചെല്ലുമ്പോഴേ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബലമൊക്കെ കിട്ടണ്ടേ? കുടിച്ചങ്ങോട്ട്. മതിയമ്മേ, ഇനി ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും പോയി ഒന്നുകൂടി റെഡിയായിക്കോ, എന്നിട്ട് ഇറങ്ങിയാ മതി. എന്റെ കുട്ടിക്ക് ഒരു പരിഭ്രമവും വേണ്ട. ദൈവനാമമല്ലേ ഏത് സമയവും നാവിലുള്ളത്. ആ നാമം കാത്തോളും. പിന്നെ മോൾ അവിടെ പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് ഞാനിവിടെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. അമ്മയുടെ
പ്രാർത്ഥന എപ്പോഴും അവനും മോൾക്കും വേണ്ടി മാത്രമുള്ളതായിരിക്കും കേട്ടോ. വേഗം ചെല്ല്. ശരി അമ്മ. ഈശ്വരാ. ഗാഥ 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 വിളിക്കുന്നു. എന്നാ പിന്നെ ഒന്ന് അറിയണമല്ലോ. എന്താ ഇത്? ഇതെന്തിനാ എന്റെ ഫോൺ എടുത്തേ? ഇതിവിടെ നിന്ന് കുറെ നേരം അടിക്കുന്നു. എടുത്തു നോക്കിയാ എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഫോൺ ഓരോരുത്തരുടെയും സ്വകാര്യമായ കാര്യല്ലേ? പക്ഷേ ഈ ഫോണിൽ വന്ന കോള് അത്രയ്ക്ക് അങ്ങോട്ട് സ്വകാര്യമല്ല. ഇതാരാ ഈ കോൾ വിളിച്ച ഗാഥ? അതെ, ഈ ഗാഥയെ വേറൊരു ഗാഥ എവിടുന്നാ വിളിച്ചത്? എന്റെ ഫോൺ ഇങ്ങ് തന്നെ തരൂ. തരാനല്ലേ പറഞ്ഞ? നിർമ്മലേ, എന്താ ഇവിടെ? ദേ, മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ വിളിച്ചിരിക്കുന്ന ഗാഥ ആരാ? എന്താ പറയുന്നത് ഞാനൊന്ന് കേക്കട്ടെ. എന്താ നിർമ്മല നിന്റെ സംശയം? അവരൊരു വഴിക്ക് പോവാൻ നിക്ക. വെറുതെ സമയം മെനക്കെടുത്താതിരിക്കും നിർമ്മലേ. ദേ, മെനക്കെട്ട ഉപകാരപ്പെടുന്ന കാര്യം സുമിത്രേ. ദേ, ഇപ്പൊ തന്നെ ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വിളിക്കുന്ന ആളുടെ പേരറിയോ? ഗാഥ. അതിനെന്താ? എനിക്ക് സുമിത്ര എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ. അവൾ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണല്ലോ. അവൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് അങ്ങനെയൊന്നും അല്ല. ദേ, ഈ പേരിന്റെ പുറകില് എന്തോ ഒരു ചതിയുണ്ട്. എന്റെ നിർമ്മലേ, നേരം വെളുത്തിട്ടേ ഉള്ളൂ. സൂര്യനൊന്ന് നേരെ ചൊവ്വെ ഉദിച്ചു വന്നോട്ടെ. എന്നിട്ട് പോരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മോളെ, വേഗം നീ ഇറങ്ങാൻ നോക്കി. നിർമ്മല ഇവിടെ നിന്നത് മതി, പോരാ നോക്കി. നിർമ്മലയോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നോക്കിക്കോട്ടുന്നു. നിർമ്മല ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ, വരാൻ. ഇറങ്ങി ഇങ്ങോട്ട് പോ. നിർമ്മലേ, എന്താ? പിള്ളേർക്കൊരു ഇഷ്ടക്കേടാണ് തോന്നുന്നെങ്കിലേ അതങ്ങ് മാറും. പക്ഷെ അവർക്ക് വെറുപ്പ് തോന്നിയാ അത് ഈ ജന്മം മാറില്ല, കേട്ടല്ലോ. ഓ, ഞാൻ ആരെയും വെറുപ്പിക്കാനൊന്നും വരുന്നില്ലേ.